നമസ്കാരം. യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടാൽ പൈലറ്റിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത എസ്കേപ്പ് സിസ്റ്റത്തിന്റെ പരീക്ഷണം വിജയകരമായിരിക്കുകയാണ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഗവേഷണ വികസന വിഭാഗമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് അപകട സാഹചര്യങ്ങളിൽ പൈലറ്റിനെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ഈ സംവിധാനം വികസിപ്പിച്ചത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പൈലറ്റ് ഇഞ്ചക്ഷൻ സംവിധാനം കൃത്യമായും സുരക്ഷിതമായും പ്രവർത്തിക്കുന്നുവെന്ന് പരീക്ഷണം തെളിയിക്കുന്നുണ്ട്. തദ്ദേശീയ യുദ്ധവിമാന സുരക്ഷാ സാങ്കേതിക വിദ്യയിലെ രാജ്യത്തിന്റെ മുന്നേറ്റം അത് വലിയ രീതിയിൽ ഇന്ത്യക്ക് ഒരു നേട്ടമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലെ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് കേന്ദ്രത്തിലാണ് പരീക്ഷണം നടത്തിയത്. മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിലാണ് പരീക്ഷണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. പരീക്ഷണ പറക്കലിനെ അഭിമാന മുഹൂർത്തങ്ങളടങ്ങുന്ന വീഡിയോയും മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ട്രാക്കിൽ അതിവേഗതയിൽ യുദ്ധവിമാനത്തിൽ നിന്നും ഡമ്മി പൈലറ്റിനെ കോക്പിറ്റിൽ നിന്നും പാരച്യൂട്ടിന്റെ സഹായത്തോടെ താഴെയിറക്കുന്ന ഘട്ടം ഘട്ടമായുള്ള പരീക്ഷണമാണ് വീഡിയോയിൽ ദൃശ്യമാകുന്നത്. പൈലറ്റിന്റെ ജീവന് തന്നെ ഭീഷണിയായ രീതിയിൽ യുദ്ധവിമാനം യാത്ര ചെയ്യേണ്ടി വന്നാൽ പൈലറ്റിന്റെ ജീവന് പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് പുതിയ പരീക്ഷണം ലക്ഷ്യമിടുന്നത്. യുദ്ധവിമാനത്തിലെ ഏത് അപകട സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ പ്രതിരോധ സേനയെ സജ്ജമാക്കുന്നതാണ് എസ്കേപ്പ് സിസ്റ്റം. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും അത് വലിയ രീതിയിൽ ഒരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതിനും സഹായിക്കുന്ന സുപ്രധാന നാഴികക്കല്ലാണ് ഇതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പടിഞ്ഞാറൻ അതിർത്തികളിൽ നടത്തിയ ദൗത്യങ്ങളിലും തദ്ദേശീയ സൈനിക സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി തെളിയിച്ചതായി DRDO ചെയർമാൻ സമീർ വി കാമത്ത് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അതായത് തീ പിടിക്കുന്നതിന് തൊട്ടു മുമ്പ് വിമാനത്തിന്റെ കോക്പിറ്റിൽ നിന്ന് പൈലറ്റിനെ വേഗത്തിൽ സുരക്ഷിതമായി വേർതിരിക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. അടുത്ത ഘട്ടമായ ഇഞ്ചക്ഷൻ സമയത്ത് കോക്പിറ്റുമായി കൂട്ടിയിടിച്ച് പൈലറ്റിനെ പരിക്കുകൾ സംഭവിക്കാതിരിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. കൂടാതെ ഉയർന്ന വേഗതയിൽ പോകുന്ന വിമാനവുമായി പൈലറ്റിനെ വേർപെടുത്തുന്ന ഘട്ടം അത് നാലാമത്തേത്. പൈലറ്റ് വിമാനത്തിൽ നിന്നും പൂർണ്ണമായി വേർപെട്ട ശേഷം പാരച്യൂട്ടിന്റെ സഹായത്തോടെ സുരക്ഷിതമായി നിലത്തേക്ക് ഇറക്കുന്ന ഘട്ടമാണ് DRDO വികസിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.